ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നപ്പോൾ ഞാൻ കുഞ്ഞൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം. ഞാൻ എൻ്റെ സ്റ്റൈലാണ് കാണിക്കുന്നത്. അങ്ങനെ ഞാൻ ശർക്കരയൊക്കെ മിക്സിഡ് അകത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം മാവിനെ നന്നായിട്ട് കലക്കി കൊടുക്കുന്നുണ്ട്. തലേദിവസം അരച്ച് വെച്ച മാവാണ്. അപ്പം രാവിലെ ആയപ്പോൾ നല്ല പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കലക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കാഷ്നട്ടും കിസ്മസുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ച് നെയ്യുടെ അകത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിലാണെങ്കിൽ കാഷ്നട്ടും കിസ്മസും മാത്രമേ ഉള്ളായിരുന്നു. അത് കാരണമാണ് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മാവോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ നല്ലതായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നേന്ത്രപ്പഴം കിട്ടാത്തത് കാരണം ഞാൻ റോബസ്റ്റയുടെ പഴമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ റോബസ്റ്റയുടെ പഴം ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ നെയ്യുടെ അകത്തൊന്ന് വാട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് പ്ലേറ്റിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പ്ലേറ്റിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാനിങ്ങനെ ഈ റോബസ്റ്റയുടെ പഴം വാട്ടിയത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്റ്റീമായി വരട്ടെ. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാൻ കണ്ടില്ല, നല്ല മണമൊക്കെ വരുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഞാനൊന്ന് എടുക്കുവാണ്. ഒന്ന് തണുത്തതിന് ശേഷം ഞാനിതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് കൊട്ടിയിട്ട് കാണിച്ചു തരാവേ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കത്തില്ലേ. അങ്ങനെ ഞാൻ പ്ലേറ്റിലോട്ട് കൊട്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം. ഓരോ നാട്ടിൽ കിണ്ണത്തപ്പത്തിന് എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എൻ്റെ നാട്ടിൽ കിണ്ണത്തപ്പം എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിൽ എന്താ പറയുന്നത് എന്നുള്ളത് എനിക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.